ഹായ്, നമസ്കാരം. വിജനമായ ഒരു വഴി, പരിചിതമല്ലാത്ത ഒരു സാഹചര്യം, അപരിചിതരായ കുറേ ആളുകൾ. എങ്ങോട്ട് പോകണമെന്നും അറിയില്ല, ആരെ വിളിക്കണം എന്നറിയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. ഇതുപോലെ സ്റ്റക്കായിട്ടുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ടുള്ള ഒരവസ്ഥ ചിലപ്പോൾ മധ്യവയസ്സ് കഴിഞ്ഞ് പ്രായമാകും തോറും ഉണ്ടാകാം. അതിന് ഐഡന്റിറ്റി ക്രൈസിസ് എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും ഓൾ ഓവർ എല്ലാ പ്രായക്കാർക്കും നമുക്ക് നമ്മുടെ ജീവിതം ഒരു ശരിയായ ഒരു ഡയറക്ഷനിലാണോ പോകുന്നത് എന്നറിയാനായിട്ട് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അതിന് സെൽഫ് കൗൺസിലിംഗ് എന്നും പറയാം. അതായത് ജീവിതത്തിൽ ഒരു മരവിച്ച അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാനായിട്ടും ജീവിതത്തിൽ ശരിയായ ഒരു ലക്ഷ്യം ഉണ്ടാകാനും ഈ ഒരു 10 ക്വസ്റ്റ്യൻ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു 10 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതില് കിട്ടുന്ന ആൻസേഴ്സ് എങ്ങനെയാണ് എന്നതിനെ അനുസരിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും വെറുക്കുന്നതും എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നുണ്ട് അല്ലെ? ചിലപ്പോ നമ്മൾ പരിശ്രമിക്കുന്നത് ഒത്തിരി പണം ഉണ്ടാക്കാനായിരിക്കാം, ചിലപ്പോ നല്ലൊരു ആരോഗ്യത്തിനായിരിക്കാം, ചിലപ്പോ ചില സ്ഥാനമാനങ്ങൾക്കായിരിക്കാം. അപ്പൊ എന്തിനാണ് ഞാൻ പരിശ്രമിക്കുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്റെ ജീവിതത്തിൽ ഇനിയും വേണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു ഗുണം അല്ലെങ്കിൽ ഒരു കഴിവ് അതെന്താണ്? അതായത് ജീവിതത്തിൽ നമുക്കൊരു വാല്യൂ വേണം, അല്ലെങ്കിൽ ഈ ഒരു കഴിവ് എനിക്ക് വേണം എന്ന് ഇനിയും വേണം എന്ന് തോന്നുന്ന ആ ഒരു ഗുണം എന്താണ്? നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ത്? ആ ലക്ഷ്യം നേടാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു അടുക്കും ചിട്ടയും ഉള്ള ഒരു വ്യക്തിയാണോ? അതായത് ഒരു റുട്ടീൻ ഉണ്ടോ എന്റെ ലൈഫിൽ? ഇനി ആറാമതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് എന്തെങ്കിലും ദുശീലം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കാറുണ്ടോ? ഏഴാമത്തെ ഒരു ക്വസ്റ്റ്യൻ, എന്റെ ജീവിതത്തിൽ എനിക്കുള്ള നല്ല ഗുണം എന്താണ്? എനിക്ക് എന്താണ് ഒരു നല്ലൊരു കഴിവുള്ളത്? അല്ലെങ്കിൽ എന്താണ് എന്റെ ഒരു നല്ലൊരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുന്നത്? എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, ജീവിതത്തില് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അമൂല്യ സമ്പത്തായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് എപ്പോഴും വരുന്ന ഒരു നല്ലൊരു ഈവന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നല്ലൊരു മുഹൂർത്തം ഉണ്ടാവും അല്ലെ? അതെന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മയിലേക്ക് വരുന്ന, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ സന്ദർഭം ഏത്? അല്ലെങ്കിൽ ആ ഒരു ഈവന്റ് എന്ത്? ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ നേടിയതിൽ ഏറ്റവും വലിയ നേട്ടം എന്താണ്? ഇനി പത്താമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുറച്ച് നാളേ ഉള്ളൂ എനിക്കിനി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, ചിലപ്പോ അടുത്ത് തന്നെ ഞാൻ മരിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും വേഗം ചെയ്തു തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നതും എന്താണ്? ഈ 10 ക്വസ്റ്റ്യൻസ്, ഇതിന് എല്ലാത്തിനും നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കേട്ടിട്ട് അതിന് ആൻസർ എഴുതുക. ആൻസർ എഴുതിയതിനു ശേഷം നിങ്ങൾ അത് വായിച്ചു നോക്കിയിട്ട് അതിലെല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഓക്കെ ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നന്നായിട്ടാണ് ജീവിച്ചു പോകുന്നത്. ആസ് എ പേഴ്സൺ ഒരു ലക്ഷ്യം വെച്ച് അതിലേക്ക് നിങ്ങൾ ജീവിച്ചു പോകുന്നു. അല്ല, ചിലതൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടാണ്, അൺസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഇനിയും കുറേ ഒക്കെ ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്, ചിലതൊക്കെ മാറ്റാനുണ്ട്, ചിലതൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ഈ ഒരു ആൻസർ എഴുതുമ്പോൾ തന്നെ അത് വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ഒരു 10 ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണത്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാവരും എഴുതി ആൻസർ എഴുതാനായിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.